നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. ഇതാ മലയാളികൾ BJP CPM കൂട്ടുകെട്ടിനെ ആക്ഷേപിച്ചുകൊണ്ട് പണ്ട് CJP എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ഇന്ന് CJP എന്ന രാഷ്ട്രീയ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉടലെടുത്തു കഴിഞ്ഞു. അതും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഉടലെടുത്ത CJP, ആ CJPക്ക് വെറും 4 ദിവസം കൊണ്ട് 15 മില്യൺ ആളുകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നത്. കഴിഞ്ഞ 10-40 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന BJPക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുള്ളത് 8 മില്യൺ മാത്രമാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും സ്പീഡായി ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതായുണ്ട്. ഇന്ത്യ ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൃത്യമായും വ്യക്തമായും ഈ വിഷയത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചില്ല എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് നേപ്പാളും അതുപോലെ തന്നെ ബംഗ്ലാദേശും ശ്രീലങ്കയുമൊക്കെ ആരംഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ മഹാരാജ്യം 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്ക് പലതും ചെയ്യാൻ പൂർണ്ണമായും സാധിക്കാത്തതിൻ്റെ പരിണിതഫലമാണ് ഇന്ത്യയിൽ മറ്റ് രാഷ്ട്രീയ മൂവ്മെൻറ്റുകൾ ശക്തിപ്പെടുവാനും അത് ഇന്ത്യൻ ഭരണത്തിലേക്ക് കടന്നു വരുവാനും കാരണമായത്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വലിച്ചെറിയുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനങ്ങൾ നിരവധിയാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിന്നത് ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. പിന്നീട് BJP ആയി, അത് കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിയായി. ഈ പാർട്ടികളെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി അന്ന് കോൺഗ്രസ്സിനെതിരെ പറഞ്ഞിരുന്ന ഒരേ കാര്യങ്ങളാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം അഴിമതിക്കാരുടെ പിടിയിലാണ് എന്നതായിരുന്നു. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന പദ്ധതികൾ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾക്ക് തട്ടിയെടുക്കുവാനും യഥേഷ്ടം അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനും കഴിയുന്ന സാഹചര്യം സംജാതമാകുന്നു എന്നതാണ് വിമർശന വിധേയമായത്. പക്ഷേ കോൺഗ്രസ്സിനെതിരെ പറഞ്ഞ ഇതേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്നീട് അധികാരത്തിൻ്റെ ഭാഗമായപ്പോൾ കാട്ടിയതും ഇതേ ബാധ തന്നെ. സ്വജനപക്ഷപാതവും അഴിമതിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമാകുകയും അവർ അഴിമതിക്കാരും സ്വജനപക്ഷപാതികളുമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായി. എന്നാൽ അതിനുശേഷം നിന്ന BJP ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത്, ഇന്ത്യ മഹാരാജ്യത്ത് 60 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരണം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് ചില വ്യവസായികളും രാഷ്ട്രീയക്കാരും ഇന്ത്യക്ക് പുറത്തേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഒഴുക്കിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നും ആ ഒഴുക്കിക്കൊണ്ട് പോയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിടിച്ചെടുത്ത് ഇന്ത്യൻ ജനതയുടെ അക്കൗണ്ടിലേക്ക് തിരികെ പോസ്റ്റ് ചെയ്യും എന്ന മോഹനസുന്ദര വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അവർ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. അങ്ങനെ 15 കോടി രൂപ ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനായ കുടുംബത്തിലും എത്തിക്കുമെന്ന മോഹനസുന്ദര വാഗ്ദാനം മുന്നോട്ട് വെച്ച BJP, അതുപോലെ തന്നെ ഇന്ത്യയിലെ മൗലിക നിയമങ്ങൾ പലതും, അഴിമതിക്കെതിരായ മൗലിക നിയമങ്ങൾ പലതും പൂർണ്ണമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ബ്രോട്ട് ക്ലബ്ബ് മൈതാനിയിൽ ഇന്നത്തെ കേജ്രിവാൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം BJPയുടെ പിന്തുണയോടുകൂടി. പക്ഷേ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാകട്ടെ ഇതേ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുവാനുള്ള ലോക്പാൽ ബില്ലിനെ പോലും തകിടം മറിക്കുകയും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും നിയമപരമായ പരിരക്ഷ നൽകുന്ന നിയമങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പാസ്സാക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇലക്ഷൻ കമ്മീഷന് ആരെ വേണമെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായി കൊന്നാലും തിന്നാലും കുഴപ്പമില്ല എന്ന പുതിയ നിയമം, അവരെ ചോദ്യം ചെയ്യപ്പെടുവാൻ കോടതിക്ക് പോലും അവകാശമില്ല എന്ന പുതിയ നിയമം, അതുപോലെ തന്നെ ലോക്പാലിൻ്റെ അധികാരം വെട്ടിക്കുറച്ചത്. അങ്ങനെ അഴിമതിയും സ്വജനപക്ഷപാതവും സ്വന്തമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയായി BJP മാറി. അതുപോലെ തന്നെ ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങളിൽ മറ്റൊന്ന്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം 2 ലക്ഷം കോടി ആളുകൾക്ക് പ്രതിവർഷം തൊഴിൽ നൽകുമെന്നതായിരുന്നു. 12 വർഷക്കാലമായി BJP ഇന്ത്യ മഹാരാജ്യം ഭരിപ്പിക്കുന്നു. നാട്ടിലെ BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ത്യയിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി
24 കോടി ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തതായി കാണിക്കുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു വന്ന കേജ്രിവാൾ പലപ്പോഴും അഴിമതി ആരോപണത്തിന് വിധേയനാകുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് ഇന്ന് കാലം തെളിയിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യയിലെ യുവത്വം എത്തി നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറിയണം. അവിടെയാണ് ക്രോക്കോച്ച് പാർട്ടിയുടെ പ്രാധാന്യം എന്നത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെറ്റിതിരുത്തുവാനും ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനുമുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടില്ല എങ്കിൽ ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യയിലെ ഭരണാധികാരികൾ നിയന്ത്രിക്കുന്ന രീതിയിൽ നിലനിൽക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.